Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 23 ചൊവ്വാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ സുതാര്യതയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമത്തിന് ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നിയമത്തിന് പകരമായി 36 ആർട്ടിക്കിളുകളുള്ള ബില്ലാണ് വരുന്നത്. സ്വകാര്യ സ്കൂളുകളുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ വിപുലമായ പരിഷ്കാരം. പുതിയ നിയമപ്രകാരം നഴ്സറി മുതൽ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും. മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ഫീസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ലൈസൻസിംഗ് നടപടികൾ ലഘൂകരിക്കാനും സ്കൂളുകളിൽ രക്ഷാകർതൃ കൗൺസിലുകൾ നിർബന്ധമാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജീവനക്കാരുടെ നിയമനത്തിന് മുൻപ് കർശനമായ സുരക്ഷാ പരിശോധനകൾ നടത്തും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 1,00,000 ദിനാർ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാം. എന്നാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ലൈസൻസ് പുതുക്കുന്നതിലടക്കം പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും. രാജ്യത്തെ 81 സ്കൂളുകളിലായി പഠിക്കുന്ന 90,000-ലധികം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ നിയമം സഹായിക്കുമെന്ന് ഷൂറ കൗൺസിൽ വ്യക്തമാക്കി. ബഹ്റൈനിലെ വ്യവസായ മേഖലകളിലെ ലേബർ ക്യാമ്പുകളെ ഔദ്യോഗിക തൊഴിലാളി നഗരങ്ങളാക്കി മാറ്റാൻ പാർലമെൻറ്റിൽ നിർദ്ദേശം സമർപ്പിച്ചു. MP ബദർ അൽ തമീമിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗങ്ങളാണ് ഈ നീക്കം മുന്നോട്ട് വെച്ചത്. ലാഹി, അസ്കർ എന്നീ പ്രദേശങ്ങളെ ആസൂത്രിത നഗരങ്ങളാക്കി മാറ്റുന്നതിലൂടെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും സാധിക്കും. പുതിയ പദ്ധതി പ്രകാരം ഈ മേഖലകളിൽ ലൈസൻസുള്ള കടകൾ, അത്യാവശ്യ സേവനങ്ങൾ, കൃത്യമായ നഗരാസൂത്രണം എന്നിവ ഉറപ്പാക്കും. അനധികൃത തെരുവ് കച്ചവടങ്ങൾക്കും ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന ഭക്ഷണ വിൽപ്പനയ്ക്കും അറുതി വരുത്താൻ കർശനമായ പരിശോധനകൾ നടത്തും. സുരക്ഷയുടെ ഭാഗമായി വ്യവസായ മേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. അടുത്തിടെ റാസ് സുവൈദിൽ നടന്ന പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന വലിയൊരു സംഘത്തെ പിടികൂടിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വല്ലപ്പോഴും നടത്തുന്ന റെയ്ഡുകൾക്ക് പകരം നിത്യേനയുള്ള നിരീക്ഷണം വേണമെന്ന് MP മാർ ആവശ്യപ്പെട്ടു. ബഹ്റൈനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ വ്യാപക പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 87 വിദേശ തൊഴിലാളികളെ നാടുകടത്തി. ഡിസംബർ 14 മുതൽ 20 വരെയുള്ള കാലയളവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ 255 പരിശോധനകളിലാണ് നടപടി. പരിശോധനയിൽ 8 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ഒട്ടേറെ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പിടിക്കപ്പെട്ടവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായി LMRA അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റൈനിലെ സർക്കാർ അംഗീകൃത പ്രവാസി അസോസിയേഷനുകളുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. KSCA വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഡോക്ടർ ബിന്ദു നായരെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് രാജേഷ് നമ്പ്യാരിൽ നിന്നും ഭരണഘടനയുടെ പകർപ്പ് സ്വീകരിച്ച് അവർ സ്ഥാനമേറ്റു. സാമ്പത്തിക അച്ചടക്കം, സ്ത്രീ യുവജന ശാക്തീകരണം, ബഹ്റൈൻ മിഷൻ 2030 ചേർന്നുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്ന് ഡോക്ടർ ബിന്ദു നായർ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. നേതൃസ്ഥാനത്തെ ഈ വനിതാ സാന്നിധ്യം സംഘടനയ്ക്ക് പുതിയ ഊർജ്ജം നൽകുമെന്ന് പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സതീഷ് പ്രവർത്തന റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് അനിൽ UK ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ യാത്രക്കാരനെ തടഞ്ഞുവെച്ച് പണം കവർന്ന 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുന്നു. അബുദാബിയിലേക്ക് പോകാനെത്തിയ യാത്രക്കാരനെ നിർബന്ധപൂർവ്വം ശുചിമുറിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ പണം തട്ടിയത്. വിമാനത്തിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് തൻ്റെ പക്കൽ നിന്ന് 3500 റിയാൽ നഷ്ടപ്പെട്ട വിവരം യാത്രക്കാരൻ അറിഞ്ഞത്. തുടർന്ന് അദ്ദേഹം അധികൃതർക്ക് പരാതി നൽകി. CCTV ദൃശ്യങ്ങളും ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയും പരിശോധിച്ചതോടെയാണ് ക്രമക്കേട് പുറത്തായത്.
ചോദ്യം ചെയ്യലിൽ പണം മോഷ്ടിച്ചതായും മുൻപും സമാന രീതിയിൽ യാത്രക്കാരെ കൊള്ളയടിച്ചിട്ടുണ്ടെന്നും പ്രതികൾ സമ്മതിച്ചു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുക, നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കോടതി ഡിസംബർ 28 മാറ്റി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.